ഹലോ. അപ്പോൾ എല്ലാവർക്കും ഫുട്ബോൾ ബബിൾസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി മാച്ചാണ്. ഹലോ നിമേഷ്. ഹലോ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു കളിയെല്ലാം കണ്ടിട്ട്? കളി കണ്ടിട്ട് എന്റർടൈനിങ് ആയിരുന്നു. ബട്ട് പറഞ്ഞ പോലെ ഒരു റെഡ് കാർഡ് ആയിരുന്നു കാരണം എന്റർടൈനിങ് ആവാൻ. അല്ലെങ്കിൽ വെറും ബോറിംഗ് മാച്ച് ആയിരുന്നു. റെഡ് കാർഡ് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ഭയങ്കര എണീറ്റ് പോകേണ്ട ഒരു ഗതികേട് വന്നേനെ. എന്തായാലും റെഡ് കാർഡ് കാരണം വളരെ സംഭവബഹുലമായിട്ടുള്ള ആസ് യൂഷ്വൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു ഡ്രാമ ഈ ഒരു കളിയിലും കണ്ടു. ഇത്തവണ ചെൽസിയാണ് കൂടെ ഉണ്ടായിരുന്നുള്ള ഒരൊറ്റ ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനിക്കുള്ളൂ. അതായത് ചെൽസിയുടെ കളി എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡ്രാമക്ക് ഒപ്പിച്ചുള്ള ഒരു കളിയാണ് ഉണ്ടായത്. ഒരു കാര്യമില്ലാത്തൊരു റെഡ് കാർഡ്സുകളാണ് രണ്ടെണ്ണം കിട്ടിയത്. അതിപ്പോൾ കാസമീറോയുടെ കാർഡായാലും അതുപോലെ തന്നെ സാഞ്ചസിന് കിട്ടിയ കാർഡായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 5-ാം മിനിറ്റിൽ അങ്ങനെ ഒരു ഗോള് ചാൻസ് ഉണ്ടെങ്കിൽ ഒരു ഗോൾ കീപ്പർ വന്നിട്ട് അത് മാക്സിമം ഇങ്ങനെ ബോഡി പുറത്തോട്ട് വന്നിരിക്കും സമയത്ത് അത് ബോക്സിന് പുറത്തായിട്ടുള്ള ഗോൾ കീപ്പർ ആകുമ്പോൾ തൊട്ടാപ്പോൾ തന്നെ റെഡ് കാർഡാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അതും 5 മിനിറ്റ് ഉള്ളൂ രീതിക്ക് ഒരു ഗോൾ കീപ്പർ അവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ ആ ഒരു ടീമിന്റെ മൊത്തം ബാലൻസ് തന്നെ മാറും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ സാഞ്ചസ് ഒന്നും കൂടെ ഒരു ബുദ്ധിപൂർവമായിട്ട് ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണമായിരുന്നു. അത് കഴിഞ്ഞു. പക്ഷെ എന്തായാലും അതും മാഞ്ചസ്റ്റർ ഗോളാക്കി, അത് വേറെ കാര്യം. ആ സമയത്തും ഗോൾ അടിക്കാൻ പറ്റിയില്ല. ഗോൾ കീപ്പർ നമ്പർ 2 ഗോൾ കീപ്പറെ വന്നല്ലേ രണ്ടാമത്തത്? അതെ, നമ്പർ 2 ഗോൾ അവൻ വന്നിട്ട് പോലും ആ ഒരു സമയത്ത് ആ ഒരു ഗോൾ ആക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാഗ്യത്തിന് ഗോൾ അടിച്ചു. അല്ല, ആക്ച്വലി പറയച്ച സിറ്റിയുടെ യുണൈറ്റഡിന്റെ ഫുൾ ടീം നടന്നത് തന്നെ ഫെർണാണ്ടസിന്റെ കാരണമാണ്. അത് എല്ലാവർക്കും അറിയാം, ആളെന്നെ ഉള്ളൂ ടീമില്. ബട്ട് സാഞ്ചൈസ് എനിക്ക് തോന്നണ ആമറൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, നീ ഒന്ന് എനിക്കൊരു ചാൻസ് ചെല്ലിച്ചെന്റെ ജോലി പോകുന്നു. അപ്പൊ അവൻ പറയും ബിക്കോസ് നമ്മള് ഓൺ പേപ്പർ ചെൽസി ഡോമിനേറ്റ് ചെയ്യണം. ബട്ട് ഇവിടെ വേറെ ഒരു ജോക്ക് കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മളെ സെസ്കോ ഒരു 10 പ്ലേയേഴ്സിന്റെ കൂടിയും ഹി വാസ് അണേബിൾ ടു സ്കോർ. ലൈക്ക് അയാൾ 1-2 ചാൻസ് കിട്ടി, ആൾക്ക് കാലിനെ ശരിക്കും എടുത്തു വെക്കാൻ പറ്റുന്നില്ല. ലൈക്ക് ഈസ് നമ്മൾ പറയില്ലേ ഷഫിൾ ചെയ്യാ കാല് കറക്റ്റായിട്ട് ഗോൾ, അതുകൂടി ആൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കസമീറുടെ റെഡ് കാർഡ് വന്നപ്പോൾ ആളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതാണ്ടായത്. ബട്ട് എനിക്ക് അതാ തോന്നിയത്, ലൈക്ക് ഇറ്റ് വാസ് ഐ മീൻ ഇഫ് ഇറ്റ് വാസ് 11 versus 11 എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് ഷുഡ് ഹാവ് ലോസ്റ്റ്. ലൈക്ക് അവർ തോറ്റുണ്ടാവും. ഇതാ ഒരു ഹാൻഡിക്യാപ്പിൽ കളിച്ചോണ്ട്. ബട്ട് അവിടെ അത് മാത്രമല്ല, ഇവിടെ എനിക്ക് അതിനെ മെറസ്ക ഒരു തെറ്റുകൂടിയും തെറ്റേ തന്നെ പറയാം ശരിക്കും ചെയ്തത്. ആള് വേഗം റിയാക്ട് ചെയ്തു. എന്നിട്ട് ഒരു 3 പേരിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലൈക്ക് ആ നെറ്റോ ആസ് വെൽ ആസ് പാമർ, അവരുടെ മെയിൻ ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സിന് തന്നെ അവൻ അങ്ങോട്ട് വേഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അത് ചെയ്യാതെ നിർത്തിയ മേ ബി ലൈക്ക് കുറച്ചുകൂടി പോട്ടെ സമയം. ലൈക്ക് ഒരാളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിനോ ലൈക്ക് ഒരു സെക്കൻഡ് ഗോൾ കീപ്പറിനെ കൊണ്ടുവരണം. ബട്ട് തന്നെ ഒക്കെ അതിന് ആള് ടെൻഷനായി തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ച് കുട്ടികളെ വെച്ച് കളിച്ചു. ബട്ട് അതിൻ്റെ ഒരു ഇമ്പാക്ട് ഇപ്പം മനസ്സിലായല്ലോ. ലൈക്ക് ബൈ ചാൻസ് ആ സെക്കൻഡ് കാർഡ് കസിമീറിനോട് കിട്ടിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ അത് കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്യണം വെച്ചാൽ ഹി കുഡ് ഹാവ് ബോട്ട് മോർ അറ്റാക്കിംഗ് പീപ്പിൾ. ബിക്കോസ് അത് ലാസ്റ്റിൽ കണ്ടില്ലേ, സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്ക് എനിക്ക് അതിനെ ഒരു സ്റ്റാറ്റ്സ് ഞാൻ കണ്ടു, സെക്കൻഡ് ഹാഫിൽ 72% പൊസിഷൻ ചെൽസിക്കാണ്. അതെ അതെ. അത് ഭയങ്കര മണ്ടത്തരായിരുന്നു എന്റെ അഭിപ്രായത്തിലും, ഭയങ്കര മണ്ടത്തരായിരുന്നു. കാരണം ഇത്രയും പെട്ടെന്ന് ഇത്രയും 3 പേര് ഒരുമിച്ച് അങ്ങോട്ട് കയറ്റും എന്ന് പറഞ്ഞാൽ എത്ര ആ മൊത്തം പ്ലേയിങ് 11 ഉണ്ടായിരുന്ന ആ ഒരു പ്ലാനിങ്ങും ആ ഒരു സ്ട്രാറ്റജി, ഗെയിമിന്റെ സ്ട്രാറ്റജിയും, അതും കീ പ്ലേയേഴ്സിനെ പാമ്പറിനെ പോലെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും വലിയ മണ്ടത്തരം എന്തിനു ചെയ്തു? കാരണം എന്താ, അതും ഒരു റെഡ് കാർഡ് കിട്ടിയതുകൊണ്ടോ? അതിനിപ്പോ ഒരു ഏതെങ്കിലും ഒരു മിഡ്ഫീൽഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയറെ മാറ്റിയിട്ട് ഗോൾ കീപ്പർ ഇറക്കുക. അതെ, അങ്ങനെയല്ല. ഇത് 3 പേര് കളിക്കുന്നത്, അതും ഗോൾ പാമ്പർ അറ്റ്ലീസ്റ്റ് ഇറക്കണം. കാരണം ആ സെക്കൻഡ് ഹാഫിന് ശേഷം, അതായത് കാസമീറോയുടെ റെഡ് കാർഡിന് ശേഷം 45-ാം മിനിറ്റിൽ കാസമീറോയ്ക്കും കാർഡ് കിട്ടിയല്ലോ. ആ സമയത്തിന് ശേഷമെങ്കിലും ഗോൾ പാമ്പർ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെൽസിക്ക് പിന്നെയും കളി കൺട്രോൾ ചെയ്യായിരുന്നു, കളിയിലോട്ട് തിരിച്ചു വരാൻ പറ്റുമായിരുന്നു. കസിമിറോന്റെ കാര്യം പറയാച്ചാ എനിക്ക് തോന്നുന്ന ആൾക്ക് ഇത് കയറി തോന്നുന്നു. ലൈക്ക് സെസ്കോന് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്തു. സെക്കൻഡ് കാർഡ് അല്ല, ആ കാർഡിന്റെ ആവശ്യം ലൈക്ക് ഈ ആൾക്ക് നോക്കി കളിച്ചാൽ മതിയായിരുന്നു. ലൈക്ക് അത് പറയില്ലേ, ലൈക്ക് വയസ്സായി അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണോ തോന്നുന്നു, മറന്നു തോന്നുന്നു. പിടിച്ച് ഇങ്ങനെ വലിച്ചിടണ്ടായിരുന്നു ഒരു കാര്യമില്ല. ലൈക്ക് 2-0 ലീഡ് ഉണ്ട്, പറഞ്ഞ പോലെ മാൻ അഡ്വാൻറ്റേജ് ഉണ്ട്, അതിന് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നല്ലേ. അയ്യോ, ആള് വിചാരിച്ചിട്ടുണ്ടോ റയൽ മാഡ്രിഡിലാണ്. ഇത്തവണ ആള് മാഡ്രിഡിലല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ കാർഡ് കിട്ടും. അതും വളരെ വേസ്റ്റ് ആയിട്ടുള്ള, എന്താ പറയാ, ഒരു കാര്യമില്ലാതെ വെറുതെ അങ്ങനെ ഒരു ഡേഞ്ചറും ഇല്ല. അത് മിഡ്ഫീൽഡിൽ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു കാര്യമില്ലാണ്ട് വെറുതെ വന്നിട്ട് ചെയ്യുന്നത്.
എന്തിനാണ്? ഓക്കെ, അറ്റാക്ക് എനിക്ക് വേറെ എന്തെല്ലാം രീതിയിൽ അറ്റാക്ക് ചെയ്യാം. ഇങ്ങനെയാണോ ചെയ്യുന്നത്? അതും ബാക്കിൽ നിന്ന് പോയിട്ട് ഒരു കാര്യമില്ല ഒരു വലിച്ചിടുന്നു. കാര്യം ഉണ്ടായിരുന്നില്ല. എനിവേ Anyway. ബട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പാകിസ്ഥാനിയാണ്. അപ്പോൾ അവനൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോഴത്തെ അവസ്ഥ ഓഫ് പാകിസ്ഥാനി ഫാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ Okay. ഇതുണ്ട്, ടി വി ഉണ്ട്, റിമോട്ട് ഉണ്ട്, അപ്പുറത്ത് ആ. ബി പിയുടെ മെഡിസിനും ഉണ്ട്, ബി പി മെഷീനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു യുണൈറ്റഡ് ഫാനിന്റെ അവസ്ഥ ഇപ്പം അത് തന്നെയാണ്. ലൈക്ക് അവർക്ക് ഇതൊരു ഇന്ത്യൻ ടി വിയിൽ നമ്മൾ വരുന്ന സീരിയൽ പോലെയാണ്. ദാറ്റ് ഈസ് ഹാപ്പിനെസ്സും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വിഷമവും ഉണ്ട്, അതിൻ്റെ ഇടയിൽ കോമഡി കുറച്ചുണ്ടാവും. ലൈക്ക് എല്ലാ ഇമോഷൻസും അവരിങ്ങനെ അങ്ങനെ പോകും. അതെ. അതാണ് അവനെ. എന്തൊരു ഡ്രാമയാണല്ലേ. ഇന്ന് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് ആള്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു, ഞാനിന്ന് കൗണ്ട് ചെയ്യായിരുന്നു. ഓക്കെ, ഇന്നത്തോടെ കളി കഴിയുന്നു, മാഞ്ചസ്റ്റർ തോൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലത്തെ പത്രത്തിൽ നോക്കുമ്പോൾ അമോറിമിനെ സാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആ ഒരു അവര് ആ ഒരു ക്യാപ്ഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷിച്ചത്. ഇതിപ്പോ എന്താ പറയാ എന്തോ മറ്റേ ഈ നമ്മൾ ഈ മാജിക് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തോ ഒരു ഭാഗ്യം, ഈ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്നത്, അതെ, ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടുന്നത്. അതുപോലെ പെട്ടെന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു ജയം ജയിച്ചതെന്നാണ് എന്റെ ഒരു അവസ്ഥ. അതും ചെൽസിയുടെ പോരായ്മ കൊണ്ട് മാത്രമാണ് ഇന്ന് മാഞ്ചസ്റ്റർ രക്ഷപ്പെട്ടത്.